ഈശംശിയാക്കി സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ എവുപ്രാസ്യമ്മയും ജപമാലയും തമ്മിലുള്ള ബന്ധം. ചെറുപ്പത്തിൽ വിശുദ്ധ എവുപ്രാസ്യമ്മയ്ക്ക് തൻ്റെ അമ്മ ജപമാല കൊടുത്തപ്പോൾ എവുപ്രാസ്യമ്മ ചോദിച്ചു, ഇത് എന്തിനാണ് അമ്മയെന്ന് ചോദിച്ചു. അത് മറുപടിയായിട്ട് അമ്മ പറഞ്ഞു, നിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും നീ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് നീ അടുത്തിരിക്കും എന്ന് പറഞ്ഞു. അന്നു മുതൽ വിശുദ്ധ എവുപ്രാസ്യമ്മ ജപമാല ചൊല്ലാനായിട്ട് തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം കോൺവെന്റിൽ ചേർന്നപ്പോഴും ജപമാല ചൊല്ലൽ മാത്രം അവസാനിപ്പിച്ചില്ല. ജപമാല ചൊല്ലൽ വളരെ തീഷ്ണതയോടെ തന്നെ മുന്നോട്ട് പോയി. ഒരിക്കൽ കൂടി ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് എവുപ്രാസ്യമ്മയോട് ചോദിച്ചു, ഇത്ര വേദനയുടെ സമയത്തും എങ്ങനെ ജപമാല ചൊല്ലുവാനായിട്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് വിശുദ്ധ എവുപ്രാസ്യമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, ജപമാലയാണ് എൻ്റെ ശക്തിയും എൻ്റെ ആശ്വാസവും എന്ന്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും ജപമാല ചൊല്ലാം. ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോടാണ് സംസാരിക്കുക. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ജപമാല ചൊല്ലാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.